പുലി മുറുകുന്നത് ഇടി ഇടിക്കുന്നത് പൊടി പറക്കുന്നത് വേട്ടക്കാരന് വയറ് വശമാണ് കൊല നടക്കണ് വാഴപ്പണയില് കൊല നടക്കണ്. അയ്യോ, ഈ പൊടികളെല്ലാം കൂടെ തടുത്ത് കളയണമെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, എന്റെ കൊച്ചുമോനെന്ന് പറയാണ് കേട്ടാ. 3ാമത്തെ വയസ്സിൽ അവൻ അമേരിക്കയിൽ കൊണ്ടുപോയാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടെ. ഇപ്പൊ 35 വയസ്സായി. നമ്മളെ കാണാനായിട്ട് അവൻ ഇങ്ങോട്ട് വരെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി വെക്കേണ്ട ആ ചെറുക്കന് വേണ്ടിയിട്ട്. അവന് 35 വയസ്സാണെങ്കിലും എനിക്ക് ഇപ്പോഴും 3 വയസ്സാ. അറിയാം, 55 വയസ്സാണ് കളയാൻ പറയുന്നത് കേട്ടില്ലയോ? ഇപ്പോഴും 3 വയസ്സാണ്. എന്റെ വയസ്സിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കൊച്ചുമോന്റെ കാര്യം പറഞ്ഞു. 35 വയസ്സായി. ഈ ചിങ്ങം വരുമ്പോ അവന് 35 വയസ്സായില്ലേ അവൻ. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ചെറുക്കൻ നിന്ന് വരുവാന്നല്ലോ. ചായ കുടിക്കാൻ നിന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചാടി. ഞാൻ കൊണ്ട് പോടി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാ ഈ മനുഷ്യന്റെ കാര്യം. ഒരു ചായ കൊണ്ടുവാ. ഇതെന്തോരു നോക്കാനാണ് ഈ വകുപ്പിലാണ്. ഞാൻ ചോദിക്കുമ്പോ ചായ തരണം കേട്ടാ. എന്നാ കുടിച്ചേ. മധുരമില്ലാത്ത ചായ എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് മധുരം തരുന്നേ? ഷുഗർ കയറി തലയിൽ ഇരിക്കുക. പിന്നെ എങ്ങനെ മധുരം ഇട്ട് തരുന്നേ? ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ ആണെന്ന് ആവശ്യമില്ലാത്ത ഡോക്ടർ ഞാൻ കൊണ്ട് ചെക്ക് ചെയ്തപ്പോ പറഞ്ഞ് എനിക്ക് ഷുഗർ കൂടുതലാണെന്ന്. ചുമ്മാ ആവശ്യമില്ലാത്ത ഡോക്ടറിനെ കിട്ടിയ എന്റെ കയ്യിലോട്ടല്ല നോക്കി. ഷുഗർ ചെക്ക് ചെയ്യാൻ അങ്ങോട്ട് ചെന്നപ്പോ മിഷീൻ വരെ അടിച്ചുപോയി. സത്യമായിട്ട് നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോയി. ഇയാള് പോയി അമ്പലക്കുളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞേ ഇയാള് ഷുഗർ എല്ലാം കൂടെ കലങ്ങി ആ അമ്പലക്കുളത്തിൽ കിടന്ന മീൻ മൊത്തം ചത്തു. നീ എന്നെ കൊച്ചാക്കല്ല്. ഇത് സ്റ്റീല്. കാലൊടിഞ്ഞു ഉറങ്ങി സ്റ്റീലിന്റെ കമ്പി ഇട്ടേക്കുവാ. അതിലായി പറയുന്ന കാലെല്ലാം സ്റ്റീലാണെന്ന്. പിന്നെ നമുക്ക് മധുരയിൽ വരെ ഒന്ന് പോണം. ഷുഗർ പിടിച്ച് അങ്ങേ അറ്റത്ത് കയറിയിരിക്കുന്നതിന് മധുരം തിന്നാ പിന്നെ എന്താണ് നോക്കാനാ ഞങ്ങൾക്ക്? മധുരം തിന്നാൻ പോണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ മധുരയിൽ എന്റെ കണ്ണ് ചെറിയ കംപ്ലൈന്റ് അങ്ങോട്ട് പോണം നമുക്ക് മധുരയില്. മധുരയിലോ? ഓ എടി, ഞാൻ നമ്മളെ പറമ്പിൽ പോയി ആറ്റിന്റെ സൈഡിൽ അങ്ങ് അറ്റത്തുനിന്ന് രമണി കുളിക്കുന്ന കേട്ടാ. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. അവളെ തോരത്ത് വെള്ളത്തിൽ കൂടെ ഒഴുകി പോയിട്ട് എനിക്ക് രസിക്കാൻ പറ്റില്ല. നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാനേ എനിക്ക് കഴിയിട്ടുള്ളൂ. കണ്ണിന് കംപ്ലൈന്റ് ഉണ്ട്. ഈ മനുഷ്യൻ പറയുന്ന കേട്ടോ, ഈ അക്കരെ പാടത്തിനക്കരെ നിൽക്കുന്ന രമണി കുളിക്കുമ്പോ അവിടെ തോർത്തൊഴുകി പോകുന്ന ഇയാര് കണ്ടു. രാവിലെ ഞാനൊരു ഗ്ലാസ് ചായ കൊണ്ട് ഇയാരുടെ മുന്നേ ചെന്ന് ഇന്ന് ചോദിച്ചാൽ ഇയാൾ എന്നോട് 100 തവണ ചോദിക്കും നീ ആരാ, നിനക്ക് എന്തിനു വേണമെന്ന്. ആ മനുഷ്യനാ ഈ പറയുന്നത്. നിനക്ക് നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാടി? നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോന്ന് ഓർമ്മിക്കല്ലേ മനുഷ്യനെ. ഞാൻ ആദ്യം എവിടെ വെച്ചാണ് കണ്ടത് നിനക്ക് ഓർമ്മ ഉണ്ടാ? എവിടെ വെച്ചാ കണ്ടേ? കൊട്ടയില്. കൊട്ട കിടക്കാൻ നമ്മൾ എന്തോ തേക്കയാന്ന്? അതല്ല, പിന്നെ സിനിമാ കൊട്ടയിൽ വെച്ചാണ് നിന്നെ ഞാൻ ആദ്യം കാണുന്നത്. ഇയാള് പണ്ട് എന്റെ കുറെ നാള് നടന്നതാ. അത് കടന്നു. അന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറെ നാള് നടന്നു കഴിഞ്ഞപ്പം ഏത് പെണ്ണിന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവത്തില്ലേ. ഒരു ദിവസം ഇയാൾ എന്റെ മുന്നേ വന്ന് ഇന്ന് പറയുവാ സാക്ഷാൽ ദേവിയാ എന്റെ മുന്നേ വന്നിരിക്കുന്നതെന്ന്. അതിൽ ഞാൻ വീണു. കല്യാണം കഴിഞ്ഞ് 7ാമത്തെ ദിവസം ഉണ്ടല്ലോ, ഒരു 36 ദേവിമാരാ ഇയാളെ തിരക്കി വീട്ടിൽ വന്നത്. അന്ന് എനിക്ക് മനസ്സിലായി ഇയാളുടെ അറ്റ കൈ പ്രയോഗമായി ദേവി എന്നുള്ളത്. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിക്കല്ലേ കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വരണം. നമ്മൾ ആദ്യം നിന്നെ ഞാൻ കണ്ടില്ലായിരുന്ന പ്രേം നസീർ സാറിന്റെ സിനിമാ കൊട്ടയിൽ ഓടുന്ന സമയത്ത് പിക്നിക് എന്ന് പറഞ്ഞ സിനിമ ഓർമ്മ ഉണ്ട്? അന്ന് നിങ്ങൾ കാണിച്ച ടെക്നിക്ക് കൊണ്ടാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നീ ഒരു കാര്യം, അവന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വേണ്ടി. 3ാമത്തെ വയസ്സിൽ നമ്മളെ കളഞ്ഞിട്ട് പോയാണ്. 35 വയസ്സായി ചെറുക്കൻ അവൻ പെഞ്ഞാട്ട് വരും. മക്കള് പോയി എന്തൊക്കെ റെഡിയാക്കി വയ്യേട്ടാ. പെട്ടെന്ന് ആരാ അത്? മനൂന്ന് എടിയേ, പുരികയില്ലാത്തൊരു ചെറുക്കൻ വന്നിരിക്കണ്. അയ്യോ, പിരികമില്ലാത്തല്ല, കണ്ണാടി വെച്ചോണ്ട് പിരികം മറിഞ്ഞു പോയാണ് എന്റെ മോൻ. ഈ ചുണ്ടും വാക്കും ഒക്കെ ഇങ്ങനെ കിടന്ന് കാണിക്കുവാ. ഞാൻ വിചാരിച്ചു ടൈപ്പ് മെഷീൻ കിടന്ന് അടിക്കു വന്നു. എന്റെ കൊച്ചുമകൻ. നക്കല്ലേ എന്റെ മൂക്കാണ്, മൂക്കിനകത്ത് നക്കല്ലേ. കാണിക്കോ മനുഷ്യനെ? ഇതാരാ വന്നാ നോക്കടി. ആരാ വന്നാ നോക്ക്. നമ്മുടെ ആംബുലൻസ് ഓടടിക്കുന്നു. എന്റെ മറ്റു ഭഗവാനെ, എന്റെ മനുക്കുട്ടം വന്ന് മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ട് എന്റെ കുറ്റു വന്നിരിക്കുന്നത്. നിങ്ങളാണല്ല ആദ്യം കണ്ടത്. ഒരു കോള് വന്ന് കോള് ഒരു കോൾ എടുത്തു. പോയി മോനെ, കുഴപ്പമില്ല. മക്കൾ കോൾ എടുത്തോ, ഞാൻ എടുത്ത് വെച്ചോളാം. വെക്കാൻ ശരിയാവത്തില്ല. കൊച്ചിന്റെ ഏതാണ്ട് കളഞ്ഞു പോയതാ തോന്നുന്നത്.
എടുത്ത് വൈകടി അങ്ങോട്ട് അത് എന്താണ് ഇത് ഈ അമേരിക്ക എന്നൊക്കെ ഇത് എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്? അത് അത് വലിച്ചു കൂടി അങ്ങോട്ട് പറ മോനെ. കോട്ട് സൂട്ടൊക്കെ ഇട്ട് നല്ല ഹലോ Don't worry. Safe land. My grandmother, my grandfather. House. Okay. മക്കളെ ആരാക്കളെ വിളിച്ചത്? കമ്പനിയിൽ നിന്ന് വിളിച്ച എന്റെ കമ്പനിക്കാരും വിളിക്കും 6 മണിയാകുമ്പോ കുപ്പി എടുത്തിട്ട്. അയ്യോ ഇത് ആ കമ്പനി അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ കമ്പനിയിൽ നിന്ന് മോൻ അവിടെ എന്തൊരു ജോലിയാണ്? HR. നാരങ്ങയാണോ മാങ്ങയാണോ? എന്ത് അച്ചാർന്ന് പറഞ്ഞു. HR എന്നല്ല പറഞ്ഞത്, അവിടുത്തെ കമ്പനിയിൽ ഞാൻ HR ആയിട്ട് വർക്ക്. അതെ യാത്രയൊക്കെ സുഖമായിരുന്നാക്കളെ? സുഖം. കുഞ്ഞിനെ കണ്ടോ? എത്ര വർഷം മുമ്പ് കണ്ടാ? 3ാമത്തെ വയസ്സിൽ കണ്ടാ ഈ കുഞ്ഞ്. സമയത്ത് ബസ്സാ കിട്ടിയ മോനെ? അതെ, അവിടെ ബസ്സില്ല. ബസ്സില്ലാത്ത തകരമോ? അതല്ല, അമേരിക്കയിൽ നിന്ന് ബസ്സിന് നമുക്ക് ഇവിടം വരെ വരാൻ പറ്റില്ല. ഞാൻ ഫ്ലൈറ്റിലാണ് വന്നത്. പിന്നെ അപ്പ അമ്മയൊക്കെ എന്തിയാക്കളെ? അപ്പ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. സുഖം. മോനെ തന്നെ വിട്ടതിന്റെ കാര്യം എന്തുവാ? കുഞ്ഞിനെ തന്നെ ഇങ്ങോട്ട് വിട്ടതിന്റെ കാര്യം എന്തുവാ ചോദിച്ചു? പല പിള്ളേർ പിടിച്ചോണ്ട് ഞാനൊരു കാര്യം പറയാം. എനിക്ക് വയസ്സ് 3 അല്ല 35 വയസ്സായി ഇപ്പം. അങ്ങനൊന്നുമില്ല. നിനക്ക് 35 വയസ്സായാലും നിനക്ക് ഞങ്ങൾക്ക് മുന്നിൽ 3 വയസ്സാ. അപ്പൊ ബാക്കി 32 വയസ്സ് അമ്മമ്മയുടെ ചെല്ലപ്പെട്ടിലിട്ട് പൂട്ടി വെച്ചേക്കുവാണ്. 35 വയസ്സായ അപ്പൂപ്പ എനിക്ക്. 35 വയസ്സായെങ്കിലും കുമ്പേക്ക് ഇറങ്ങിയല്ലേ? അപ്പൊ നമുക്ക് പിന്നെ മനു കുമ്പാരി എന്ന് വിളിക്കാം. കുമ്പാരി എങ്കിൽ കുമ്പാരി. നിങ്ങളുടെ സന്തോഷ് ട്രോഫിയാണ് എന്റെ സന്തോഷ് ട്രോഫി. സന്തോഷമാണ് എന്റെ സന്തോഷം. കുടിക്കാനാ അമ്മച്ചി പാലെടുത്തോട്ടോ? പാല് വേണ്ട, പാല് ഞാൻ കുടിക്കില്ല. I don't know. No. പാല് ഞാൻ കുടിക്കില്ല. പാല് കുടിക്കണം. പാല് ഇത് ചൂടാണ്. വെരി ഹോട്ട്. വെരി ഹോട്ട്. പാല് ഞാൻ കുടിക്കില്ല. ഇല്ല കുടിക്കാനുള്ള ചൂടേ ഉള്ളൂ. കുടിക്കാനുള്ള ചൂടേ ഉള്ളൂ. നിങ്ങൾ അതിനകത്ത് ഇപ്പൊ പാലല്ല, ജലപീരങ്കിയാണുള്ളത്. അത് വേണ്ട. കൊച്ചിന് കൊടുക്കാനുള്ള നിങ്ങൾ കുടിച്ച് തീർത്തോ? ഒരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി കുളിച്ച് റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുക്കാം. അതെ, ഒന്ന് കുളിക്കണം. തോട്ടി പോകാം. ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാം. ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാം. ചൂടുവെള്ളത്തിൽ കുളിക്കണ്ട. ചൂടുവെള്ളത്തിൽ കുളിക്കരുത്. ഞാൻ പറയുന്നതെന്ന് കേക്ക്. തോട്ടി കുളിക്കണ്ട. ഇവന് പനി പിടിക്കും. അതെ, ഇവന്റെ മൂക്കിലും വായിലും ഒക്കെ വെള്ളം കയറത്തില്ല മനുഷ്യനെ. അത് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ മൂക്കും വായി പൊത്തി പിടിച്ചോളാം. അപ്പൊ സ്നേഹിച്ച് കൊല്ലാനല്ല, തോട്ടി കൊണ്ടുപോയി മൂക്കി കൊല്ലാനാണ്. കുഞ്ഞ് ഒരു കാര്യം ചെയ്യ്. എന്താ? പിന്നെ ചോറ് അമ്മുമ്മ ഞാന് ചോറ് കഴിക്കില്ല. ഞാന് കുക്കുംബർ സ്ലൈസ് ചെയ്ത്, എഗ് സ്ലൈസ് ചെയ്ത്, അതിനകത്ത് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത്, പിന്നെ പെപ്പർ ഇട്ട് തിന്നും. പേപ്പർ തിന്നോന്നല്ല പറഞ്ഞത്. പെപ്പർ ഇട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ കഴിക്കാറ്. പെപ്പറോ? കുരുമുളക്. നമ്മളെ കുരുമുളക് അത് അമ്മച്ചി പുഴുങ്ങി തരാൻ കുഴപ്പമില്ല. കുഞ്ഞ് നീ വഴക്കുണ്ടാക്കല്ല. ഒരു കാര്യം ഞാൻ പറയാം, ചോറൊക്കെ തിന്ന് നല്ല മുട്ടൻ പയ്യനാവണം. കണ്ട വൈകിട്ട് അമ്മച്ചി അമ്പലമാമനെ കാണിച്ച് മടിയിലിരുത്തി ചോറ് കഴിക്കും. അമ്പലമാച്ചൻ. ഓ 3. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാടാ? എല്ലാം ഓർമ്മയുണ്ട്. കൊച്ചിലെ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോയി അമ്മ വിളിക്കുന്നു, മമ്മി വിളിക്കുന്നു. ഒരു മിനിറ്റ് പറയുന്നു. ഹലോ മമ്മി. സേഫ് ലാൻഡ് ആയിരുന്നു. സേഫ് ലാൻഡ്. എന്റെ അമ്മോ, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്ത് സ്നേഹമാണ്. എനിക്ക് 35 വയസ്സുള്ളെങ്കിൽ ഇവര് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് 3 വയസ്സാണെന്നാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കാലയിലിരുത്തി എന്നെ അപ്പിയിടിപ്പിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അത് ഞാൻ എന്തായാലും വിട്ടുകൊടുക്കില്ല. അതിനുള്ള സാധനമൊക്കെ ഞാൻ കരുതിക്കൊണ്ടാ വന്നത്. സംഖ്യ ഇരിപ്പുണ്ട്. സംഖ്യ എന്തോ പറയാൻ ഹാപ്പിയാണെന്ന്. ഹാപ്പിയാണ്, അമ്മ ഹാപ്പിയാണ്, അപ്പൻ ഹാപ്പിയാണ്. കുഞ്ഞിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ. എന്റെ സന്തോഷം, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്ന് തരുന്നത്. മക്കളെ സത്യം പറയല്ല, നിന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വിഷമായി പോടാ. നിന്നെ കുഞ്ഞിലേ പറിച്ചുകൊണ്ട് പോയാലും അത് സാരമില്ല. മോനെ, നിനക്ക് ഓർമ്മയുണ്ടാടാ? പണ്ട് നമ്മൾ പൂരത്തിന് പോണ സമയത്ത് ആനയെ കണ്ടപ്പോ നീ പറഞ്ഞ ആനയുടെ മോളിൽ കയറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോ ഓർമ്മയുണ്ടാടാ നിനക്ക്? അന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ തോളിലാണ് പിടിച്ചിരുത്തി. അറിയാം, ഇപ്പോഴും അതുപോലെ ആഗ്രഹം
കണ്ടത്. എന്റെ പൊന്നപ്പൂപ്പ അന്ന് എനിക്ക് 3 വയസ്സേ ഉള്ളായിരുന്നു. ഇപ്പൊ എനിക്ക് ഭാരം കൂടി. അപ്പൂപ്പന്റെ പുറത്ത് കയറുന്ന ചിലപ്പോ നടുവ് പ്ലിക്കി ആയി പോകും. എന്റെ പൊന്നു മക്കളെ അപ്പൂപ്പന്റെ ഒരു ആഗ്രഹം ഇല്ലയോടെ അങ്ങ് നടത്തി കൊടുക്കടാ കുഞ്ഞെ. എന്താ പറയണ്ട, നടുവൊക്കെ ഉള്ളിക്ക് ഡിസ്ക് നോ പ്രോബ്ലം നോ പ്രോബ്ലം. സ്റ്റീലാണ് സ്റ്റീല്. മനുഷ്യനില്ലയോ നമുക്ക് ജംഗ്ഷനിലൊക്കെ പോയിട്ട് അങ്ങ് എന്തിനു വേണോ ഈ അവസ്ഥ? ഈ അവസ്ഥയിൽ ഇത് വേണോ? ചിന്തിടാ പോലെ ഇത് പാമ്പാട് രാജനകതിയിരിക്കും. എന്താ ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ രാവിലെ പറഞ്ഞ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോവല്ലേ. സ്റ്റീൽ ചെറുതായിട്ട് മുടിഞ്ഞു പോകുന്ന അംശം ഉണ്ടോ? കുഴപ്പമില്ല, നോ പ്രോബ്ലം. മക്കളെ ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന് അപ്പു. പക്ഷെ നിന്നെ കാണുമ്പോ ഓരോരോ ആഗ്രഹങ്ങൾ നമുക്ക് ഓർമ്മ വരെയാണ്. പണ്ട് ഓർമ്മ ഉണ്ടായി നിനക്ക് യവനും അമ്മയും കൂടെ നമ്മള് പാളയിൽ വലിച്ചു കാണുമ്പോ അതാണ് ഓർമ്മ പറഞ്ഞത്. മകളെടാ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് പോകും. പിന്നെ നമുക്ക് ആരുണ്ടോ ഇതിനൊക്കെ കാണിക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പൊ പാളയിലേക്ക് പാളയുടെ ഒരു കുറവുണ്ട്. പാള എടുത്തോണ്ടോ ഞാൻ കയറിയിരിക്കാം. വലിച്ചോ സാരമില്ല. പാവപ്പെട്ട അപ്പൂപ്പനും അമ്മൂമ്മ ഞാൻ കയറി ഇരുന്ന് തരാം. എന്താ അമ്മൂമ്മ ഇങ്ങനെ മാറ്റിക്കാൻ ഇരുന്ന് തരാം. അയ്യോ മക്കള് കയറി ഇരിക്കാനല്ല, നീ കയറി ഇരിക്കാൻ. ഞങ്ങള് കയറി ഇരിക്കാം. മോൻ വലിക്ക. നമ്മളെ വലിക്കണം മോനെ. കാരണം നിന്റെ അമ്മേനെ നിന്നെ നമ്മൾ വലിച്ചോണ്ട് ഞങ്ങൾ വലിച്ചോണ്ട് നടന്നേ ഇല്ലയോ. അതൊക്കെ വലിക്കണം കേട്ടോ. ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ 450 പേര് എന്നെ കാണുമ്പോ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കും. ബോസേ ബോസേ എന്നും പറഞ്ഞു ഇവിടെ വന്ന് പാള വിളിക്കുന്നു. സാരമില്ല, എന്തായാലും വലിക്കാം. വലിക്കാതെ വേറെ വഴി. എന്തൊക്കെ ചെയ്താലാണ് അല്ലേ ഇത്? നീ ഹാപ്പി സന്തോഷമായല്ലോ. എല്ലാരും ഹാപ്പിയായി മോനെ. അയ്യോ എന്റെ മോനെ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ്. അമ്മൂമ്മനെ കാണാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ ഓടിപ്പടിഞ്ഞു വന്നത്. ഒരു കാര്യം ചെയ്യും, അവന് അകത്തുകൊണ്ട് ഒന്ന് കുളിപ്പിച്ചു. അയ്യോ പാരസെറ്റാമോൾ കൊടുക്കണ്ട. പാരസെറ്റാമോൾ ഒന്നും കുഞ്ഞിന് കൊടുക്കണ്ട. ഞാനിവിടെ ഒരമരുന്ന് എടുത്ത് വെച്ചു. കൊടുത്താൽ മതി കുഞ്ഞിന്. ഞാൻ പറട്ടെ, ഇപ്പൊ അറിയാവുന്ന തുമ്മയാണ്. എനിക്കൊന്ന് ഫ്രഷ് ആവണം. കോപ്പും തോരത്തും വെളിച്ചെണ്ണയ്ക്ക് എടുത്ത് കുറേ നിങ്ങൾ ശ്രദ്ധിച്ചാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചെയ്യ ഇതുപോലെ മറന്നില്ല. സന്തോഷം കണ്ടോ മുഖത്തെ? നീ ഇവിടെ നിൽക്കാതെ പോയി ആ സോപ്പും. ഞാനത് പറഞ്ഞു. സോപ്പും തോർത്തും എവിടെ വന്നിരിക്കുന്നത് മക്കളെ? അമ്മച്ചി വരാൻ എടുത്തു തരാം. സോപ്പും തോർത്തും എവിടെ വരുന്നത് എടുത്തു തരാം. ചെറുക്കനെ സഹായിച്ചോടിയെന്ന് കേട്ടാ. എന്റെ കൊച്ചുമോനാ 3-ാമത്തെ വയസ്സിൽ നമ്മളെ നിങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് പോയതാ അമേരിക്കയില്. 35-ാമത്തെ വയസ്സിൽ അവിടെ വെച്ച് എന്തോ ആക്സിഡന്റൊക്കെ നടന്ന് എൻ്റെ കുഞ്ഞു പോയെന്ന അവൻ്റെ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞത്. പക്ഷെ നമ്മളത് വിശ്വസിച്ചിട്ടില്ല. നമുക്കത് വിശ്വസിക്കാനും പറ്റൂല. പക്ഷെ അവൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ വിട്ടു പോവാൻ അവന് പറ്റൂല. അങ്ങനെയാ നമ്മുടെ കുഞ്ഞാവൻ. നിങ്ങളും കണ്ടല്ലേ അവനോട് കിടന്ന് നമ്മളോടൊപ്പം ആന കളിച്ചതും തുള്ളി ചാടിയതും. നമുക്ക് സന്തോഷം തരാൻ വരുന്നത് അവൻ. നമ്മളെ വിട്ട് പോകാൻ പറ്റൂല അവന്. നിങ്ങൾ എന്തോ മനുഷ്യനെ പറയുന്നത്? അവൻ്റെ അപ്പനും അമ്മ പറഞ്ഞെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ കുഞ്ഞെങ്ങും പോയിട്ടില്ല. അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ കൂടെ തന്നെയുണ്ട്.